സർ, ഇവിടെ ബഹുമാനപ്പെട്ട പ്രമേയ അവതാരകൻ സംസാരിക്കുമ്പോൾ 5 സ്റ്റാർ ഹോട്ടൽ വന്നതിനെ കുറിച്ചടക്കം പറയുകയുണ്ടായല്ലോ. സർ, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണണ്ടേ? അത് ഒരു മദ്യവ്യാപനമായിട്ടാണോ കാണേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതയല്ലേ അതിൽ കാണാൻ നമുക്ക് കഴിയേണ്ടത്? എന്തിനാണ് അതിനെ ആ തരത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് എന്ന് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. ഇപ്പം നമ്മുടെ ഒരു പഞ്ചായത്തിൽ, കാസർഗോഡ് നമ്മുടെ അത്ര വലിയ വികസിച്ച ഒരു നാടല്ലല്ലോ, പക്ഷേ കാസർഗോഡ് ജില്ലയിൽ ഒരു പഞ്ചായത്തിൽ പോയാൽ 3 5 സ്റ്റാർ ഹോട്ടൽ അവിടെയുണ്ട്. ഇല്ലേ? ഇത് അല്ല, ഇത് കുന്നിൻ്റെ അല്ല, ഉദുമയല്ല. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഒരു പ്രധാന കേന്ദ്രം, ടൂറിസ്റ്റ് കേന്ദ്രം. അവിടെ ഇനിയും വരികയാണ് കേട്ടോ, ഇനിയും വരാൻ പോവുകയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു വളർച്ച നമ്മുടെ നാട്ടിലുണ്ടാവുകയാണ്. അതിന് നമ്മൾ അഭിമാനത്തോടെയല്ലേ കാണേണ്ടത്. അതിലെന്തോ ഒരു വല്ലാത്ത ഒരു അപകടം ദർശിക്കുന്ന മട്ടിലായിപ്പോയി അവതരണം. യഥാർത്ഥത്തിൽ ലഹരി നടപടികളുടെ കാര്യത്തിൽ, ഇതിൽ അത് തടയാനുള്ള നടപടികളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നാം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാക്കിയത്. ഇവിടെ അതോടൊപ്പം റാഗിങ്ങിൻ്റെ കാര്യം പറയുകയുണ്ടായി. റാഗിങ് ഇടയ്ക്ക് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഒഴിവായിപ്പോയി എന്ന് നമ്മളെല്ലാവരും ആശ്വസിച്ചൊരു കാര്യമായിരുന്നു. പക്ഷെ അത് വീണ്ടും തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വരുന്നൊരു ഘട്ടത്തിൽ കൂടുതൽ ശക്തമായ ആൻറ്റി റാഗിങ് നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതിനോട് പൊതുവേ യോജിപ്പ് തന്നെയാണുള്ളത്. എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ കൂടുതൽ ചർച്ചയും നടപടികളും സ്വീകരിക്കുക തന്നെ ചെയ്യണം. ഈ കൂട്ടത്തിൽ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രധാന കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. അദ്ദേഹം പറഞ്ഞതിന് പറയേണ്ടതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. SFI സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്ത് അവരെ നിങ്ങൾ ഇതേ വഴിക്ക് തന്നെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു എന്നതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചതായിട്ട് കണ്ടത്. ശരിയാണത്, ഞാനത് പറഞ്ഞത് തന്നെയാണ്. എന്താ ഞാനത് പറഞ്ഞതിന് കാരണം? സർ, നമ്മുടെ കേരളത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് SFIക്കാണ് അവരുടെ സഹപ്രവർത്തകരുടെ വലിയ തോതിലുള്ള വിയോഗം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അത് എതിർ സംഘടനകളിൽപ്പെട്ടവർ കൊല ചെയ്തതാണ്. അങ്ങനെ കൊല ചെയ്യപ്പെട്ട 35 സഖാക്കൾ, അതിൽ പ്രമേയ അവതാരകൻ മനസ്സിലാക്കേണ്ടത് അതിൽ 13 പേരെ കൊലപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയമായി നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളെ സംഘടനയിൽപ്പെട്ടവരാണ്. ഇവിടെ ഒരു സംഭവം കാണേണ്ടത്, ഏറ്റവും ഒടുവിലുണ്ടായ ആ ധീരജ് സംഭവം. ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല കേട്ടോ. അതിനൊന്നുമുള്ളൊരു വേദിയാക്കിയിട്ട് ഞാനിതിനെ മാറ്റുന്നില്ല. പക്ഷേ ആ സംഭവം കഴിഞ്ഞപ്പോൾ ആ സംഭവം നടത്തിയ ആളുകളെക്കുറിച്ച് നേരിയ തോതിലെങ്കിലും ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കുണ്ടായി. എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന നേതാവിനെയല്ലേ അങ്ങയോടൊപ്പം കണ്ടത്? അങ്ങ് പറഞ്ഞിട്ടില്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല, പക്ഷേ പറഞ്ഞില്ലേ ഉത്തരവാദപ്പെട്ട ആൾ തന്നെ. അത്തരം ഒരു സമീപനാണോ സ്വീകരിക്കേണ്ടത്? അതുപോട്ടെ, ഞാൻ പറയാനിടയായത് എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയും 35 സഖാക്കൾ ജീവൻ വെടിയേണ്ടി വന്ന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച
SFIയുടെ ഭാഗത്ത് നിന്ന് SFI ആക്രമണം നടത്തിയതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒരാളുടെ ജീവൻ കലാലയത്തിൽ വെടിഞ്ഞുവെന്ന്, അങ്ങനെ ഉണ്ടായി എന്ന് ഒരു സംഭവവും പറയാനില്ല. അത് അതാണ് പ്രത്യേകത. അതാണ് പ്രത്യേകത. അപ്പോൾ നിങ്ങൾ വലിയ സഹനശക്തിയുള്ളവരാണ്, അതാണത് കാണിക്കുന്നത്. അപ്പോൾ ആ രീതി നിങ്ങൾ തുടരണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മയക്കുമരുന്നുമായി ബന്ധമുള്ള പോലീസിലെ ചിലരെ സംബന്ധിച്ച് നേരത്തെ ചില വാർത്തകൾ വരികയും അതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും സർക്കാർ എന്ന നിലക്ക് കാണിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇവിടെ ബഹുമാനായ മുനീർ ആ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വികാരപരമായി തന്നെ അവതരിപ്പിച്ചു. ആ വികാരത്തോടൊപ്പം തന്നെയാണ് സർക്കാരും ഈ കേരളീയ സമൂഹവും നിൽക്കുന്നത്. ഒരു വ്യത്യാസവും ആർക്കും അതിലില്ല. അതിൽ DJ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞു, മറ്റ് നടപടികളെക്കുറിച്ച് പറഞ്ഞു. കേസിൻ്റെ അന്വേഷണവും കാര്യങ്ങളും പോലീസ് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ നമ്മൾ ഇന്നയാളാണ് പ്രതിയെന്ന് മുൻകൂട്ടി നിശ്ചയിക്കേണ്ട. അന്വേഷണത്തിൻ്റെ ഭാഗമായി ശരിയായ പ്രതികളെ കണ്ടെത്തുന്ന നില സ്വീകരിച്ചു പോകാം. അതാണ് അതിൽ നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രീതിയിൽ ഈ നേച്ചർ ഓഫ് വയലൻസ് മാറുന്നു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഗൗരവമായി നാം പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്.